ഹലോ ഡിയേഴ്സ്, അവധി ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. 2 കോഴിമുട്ട കൊണ്ടുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റിയുമാണ്. എന്നും രാവിലെ കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. പക്ഷേ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബണ്ണിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടി 2 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടിയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരിയ ചൂടുള്ള വെള്ളം നമുക്ക് ആദ്യം 1/2 കപ്പ് ചേർക്കാം. എന്നിട്ട് പൊടി ഒന്ന് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കുഴക്കാം. പോരാത്ത വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് തേച്ച് കുഴക്കുക. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഴച്ച മാവ് കിട്ടും. ഇനി ഈ മാവിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. കുഴച്ചെടുത്ത മാവിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ ഒന്ന് തടവി കൊടുക്കണം. അപ്പോൾ ഡ്രൈ ആവാതിരിക്കും. ഇനി നമുക്കിത് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായി കൊത്തിയരിഞ്ഞ മല്ലിയിലയും കൂടി കുറച്ച് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2 ടീസ്പൂൺ മല്ലിയില ഉണ്ടാവും ഇപ്പോൾ ഞാൻ ചേർത്തത്. ഇതിന് പകരം നമുക്ക് മിൻറ്റ് ലീവ്സും ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് പാർസ്ലി ലീവ്സ് കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, പിന്നെ മുട്ട കല്ലിച്ചും പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ മീഡിയം ഹീറ്റിൽ. അതിൽ കൂടുതൽ ഫ്ലെയിം വെക്കരുത്. സ്ക്രാമ്പിൾ ചെയ്ത മുട്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെ 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. എരിവിനുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഒന്ന് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർക്കാം. ഒരു മീഡിയം സവാളയാണ് ഞാൻ ചേർക്കുന്നത്. തീരെ പൊടിയായി അരിയേണ്ട, എന്നാൽ വളരെ വലുതായിട്ടും വേണ്ട. മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്ത സവാള ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഈ സോസിനൊക്കെ ഉപ്പുള്ളതാണ്. നമുക്ക് അവസാനം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തരം കാപ്സിക്കം ഞാൻ ചേർക്കുന്നുണ്ട്. രണ്ടും 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് അളവിൽ കാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതിയാകും. അപ്പോൾ 1/2 കപ്പോളം ചേർക്കണം. പച്ചയാണെങ്കിൽ പച്ച നിറത്തിലുള്ള കാപ്സിക്കം 1/2 കപ്പ് ചേർക്കുക. കാപ്സിക്കം ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ചെറുനാരങ്ങ നീരാണ്.
ഞാനൊരു ചെറുനാരങ്ങയുടെ പാതി എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഏകദേശം 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കണം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ഒന്ന് തൂവി കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുഴച്ച മാവ് പൊങ്ങാൻ വെച്ചിട്ട്. മാവ് നന്നായിട്ട് പൊങ്ങിയിരിക്കുകയാണ്. നമുക്കിത് പൊടി തൂവിയ ഒരു പലകയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പതിയെ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്കിത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് 5 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 6 വരെ ഉണ്ടാക്കാം. അപ്പോൾ വളരെ ചെറുതായി പോകും നമ്മൾ ഉണ്ടാക്കുന്ന ബണ്ണ്. അപ്പം അതുകൊണ്ട് ഞാനിത് 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി ഒന്ന് സ്മൂത്ത് ചെയ്ത് വെക്കാം. ഇനി ഓരോ ഉരുളയും എടുത്ത് പൊടി തൂവിയ പലകയിൽ വെച്ച് കൈകൊണ്ടൊന്ന് ഇതുപോലെ പരത്തിയെടുക്കാം. പൂരിനയിലും കുറച്ചുകൂടി വലുതാക്കി പരത്തിയെടുക്കണം. അതിനുശേഷം അരികു ഭാഗം കുറച്ച് നേർമയായിട്ട് പരത്തുക. നടുക്കു ഭാഗം കുറച്ച് കട്ടിയായിരിക്കണം. അരികു ഭാഗം നല്ലതുപോലെ ഒന്ന് നേർപ്പിച്ച് പരത്തുക. നമ്മളിത് കൂട്ടിയെടുക്കേണ്ട ഭാഗമാണ് അരികു ഭാഗം. അപ്പോൾ അവിടെ ഒത്തിരി കട്ടിയിലും മാവിൻ്റെ ആവശ്യമില്ല. നടുക്ക് ഭാഗമാണ് കട്ടിയായിട്ട് വേണ്ടത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഫില്ലിങ് വെച്ചതിന് ശേഷം അരികിൽ നിന്നെല്ലാം നടുവിലേക്ക് കൂട്ടിയെടുക്കുക. കൂട്ടിയെടുത്ത അരികു ഭാഗമെല്ലാം കൂടി നല്ലതുപോലെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഒരു ബണ്ണ് പോലെ ആകും ഒരെണ്ണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 5 ഉരുളകളും സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. 5 എഗ് ബണ്ണ് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റിന് ശേഷം ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി തൂവി സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബണ്ണും എടുത്ത് കൈകൊണ്ട് പതിയെ ഒന്ന് പരത്തി കൊടുക്കുക. പൊട്ടിപ്പോവാതെ നോക്കണം. ഇതുപോലെ പതിയെ പ്രസ് ചെയ്ത് ആവശ്യത്തിന് പരത്തിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം പരത്തിയെടുക്കണം. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കാം. അപ്പം ഞാനതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായിരിക്കുകയാണ്. ഇതിലേക്ക് ഓരോന്നും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹീറ്റിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ബണ്ണിൻ്റെ പുറത്തേക്ക് സ്പൂൺ കൊണ്ട് കുറച്ച് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതുപോലെ തട്ടി ഇതിൻ്റെ മീതയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഈ ബണ്ണ് നന്നായിട്ട് പൊങ്ങി വരും. പൂരിയൊക്കെ പൊങ്ങുന്ന പോലെ അല്ലെങ്കിലും കുറച്ച് നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും. ഇനി നമുക്കിത് മറിച്ചിടാം. താഴെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിടാം. 2 സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എണ്ണയൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് പോവില്ല, തുളുമ്പി പോകും അല്ലെങ്കിൽ മറിച്ചിടുമ്പോഴേക്കും. 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അവസാനത്തെ ബണ്ണാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ബണ്ണ് റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.